റിയൽ ലൈഫിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹപ്രകടനം ചില സന്ദർഭങ്ങളിൽ അപ്പുറത്തുള്ള ആൾക്ക് പിടിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ ചാറ്റ് ലൈഫിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അയക്കുന്ന സ്നേഹ സന്ദേശം അപ്പുറത്തുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന്, പെരുന്നാൾക്ക്, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയറിനൊക്കെ നമ്മൾ നല്ല പോസ്റ്റർ ഉണ്ടാക്കും. അത്യാവശ്യം MP കൂടിയ പോസ്റ്റർ നമ്മൾ ഫോട്ടോസൊക്കെ വെച്ച് ഇരുന്ന് അയച്ചു കൊടുക്കും സുഹൃത്തുക്കൾക്ക്. നമ്മൾ വിചാരിക്കും എൻ്റെ ആ ഒരു സ്റ്റാറ്റസ് അവൻ മനസ്സിലാക്കട്ടെ. ഈവൻ നമ്മളെ കമ്പനി ലോഗോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ പേഴ്സണലി അയച്ചോളൂ. സുഹൃത്ത് ഇതിങ്ങനെ സ്നേഹത്തോടു കൂടി ഡൗൺലോഡ് ചെയ്യും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ 90% ആൾക്കാരും അത് ഡൗൺലോഡ് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. മറിച്ച് അവർ ചിന്തിക്കുക എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നായിരിക്കും. അപ്പം നല്ലത് വിചാരിച്ചിട്ട് സ്നേഹത്തോടെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു വിമ്മിഷ്ടം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു അപ്രിയ സത്യം ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം നമ്മുടെ രാജ്യത്ത് പല സ്റ്റേറ്റിലെയും സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു മെസ്സേജ് വരും. കാണുമ്പോൾ ന്യൂ ഇയർ വിഷസ് പോലെ ഉണ്ടാവും. APK ഫയലാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ബാങ്ക് അക്കൗണ്ട് അടിച്ചു പോകും. സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇൻസ്റ്റയിലെല്ലാം അടക്കം അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ന്യൂ ഇയർ വളരെ സന്തോഷത്തിലും പ്രതീക്ഷയിലൂടെയും കാത്തിരിക്കുമ്പോൾ ആദ്യ ദിനം തന്നെ സങ്കടത്തിലായിപ്പോണ്ട. എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള സെലിബ്രേഷനിൽ ടെക്സ്റ്റ് അയക്കുന്നതാണ് നല്ലത്. നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർ വേഗം വായിക്കുകയും ചെയ്യും. വേണമെങ്കിൽ അവരുടെ പേരും ആഡ് ചെയ്യാം. നമ്മൾ ഈ പോസ്റ്റർ അയക്കുമ്പോൾ ഇതുപോലുള്ള ഹാക്കിന് സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സ്കാം ആണെന്ന് വിചാരിച്ചിട്ട് ഫോൺ മെമ്മറി ഉണ്ടെങ്കിലും ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഈ കമ്പനി പോസ്റ്റേഴ്സൊക്കെ പിന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. കമ്പനി പോസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യാൻ കമ്പനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മളെ സോഷ്യൽ മീഡിയ ഉണ്ട്, പിന്നെ സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടാലോ. എനിക്ക് ആരെങ്കിലും അവരെ കമ്പനി പോസ്റ്റർ പേഴ്സണലി അയച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് എൻ്റെ കമ്പനി പോസ്റ്റർ അയക്കാറുണ്ട്. പേഴ്സണലി ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, ജസ്റ്റ് ടെക്സ്റ്റ് അയക്കുക. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു ചാറ്റ് ബന്ധത്തിന് ഏറ്റവും നല്ലത്. സ്ഥിരം ഈ ചാറ്റിൽ പോസ്റ്റർ അയക്കുന്ന ആൾക്കാരും നിങ്ങളുടെ കമ്പനി ഗ്രോ ആണെങ്കിൽ ഇൻഡിവിജ്വലി അങ്ങനെ അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതും മനസ്സിലാക്കണം. അതുപോലെ തന്നെ എന്തിനും ഏതിനും ഇതേപോലുള്ള പോസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് പേഴ്സണലി ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇത് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. സ്റ്റേ ബ്ലെസ്ഡ്.